ഗാസയ്ക്ക് പിന്നാലെ ലെബനനിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുമ്പോൾ ലോകം ഭീതിയോടെയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ യുദ്ധങ്ങൾ വെറും ഒരു തിരിച്ചടി മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള വളരെ പോയിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അജണ്ടയുണ്ടോ? അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സൈനിക യൂണിഫോമാണ് ഈ ചോദ്യത്തിന് പിന്നിൽ. അപ്പോൾ ആ യൂണിഫോമിലെ മാപ്പ് ചർച്ച ചെയ്യുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സ്വപ്നത്തെ പറ്റിയാണ്. ചെറിയൊരു ബാഡ്ജാണ്, പക്ഷേ അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ ലോകരാജ്യങ്ങളുടെ ഉറക്കം പോലും കെടുത്തുന്നതാണ്. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ, ഈജിപ്റ്റ്, സിറിയ, ജോർദൻ, ഇറാഖ്, ഇതിനെല്ലാം വിഴുങ്ങാൻ പോകുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിശാല രാജ്യം, ഇതൊരു വെറും സങ്കല്പം മാത്രമാണോ? അതോ രഹസ്യമായ ഒരു കരുനീക്കമാണോ? എന്താണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി? ഇത് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റി വരയ്ക്കുന്ന ഒരു സംഗതിയാണോ? ചർച്ചയാവുന്ന ഈ രഹസ്യ അജണ്ടയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. എന്താണ് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി? ഭൂപടത്തിലെ ചെറിയൊരു മാറ്റം മാത്രമല്ലേ? ഇതിനെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക് 3 വ്യത്യസ്ത തലങ്ങളിലൂടെ ഇതിനെ ഒന്ന് നോക്കി കാണുവാനായിട്ട് ശ്രമിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് മതപരവും ചരിത്രപരവുമായിട്ടുള്ള പശ്ചാത്തലത്തിലൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട വീക്ഷണമാണ്. ഈ പുരാതന മതഗ്രന്ഥങ്ങളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒരു സങ്കല്പത്തെ പറ്റിയാണ് പറയുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിൽ എബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനമായി ഒരു പ്രദേശത്തെ പറ്റി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഈജിപ്തിലെ നൈൽ നദി മുതൽ മഹാനദിയായിട്ടുള്ള യൂഫ്രട്ടീസ് വരെ നീളുന്ന ഈ ഒരു ഭൂമി ഞാൻ നിന്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീവ്ര സയനിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഭൂപ്രദേശം മുഴുവൻ ജൂതരാഷ്ട്രത്തിന്റെ ഭാഗമാകണം എന്നാണ്. ഇതിനെയാണ് എറെറ്റ്സ് ഇസ്രായേൽ എന്നൊക്കെ അവർ സാധാരണയായിട്ട് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ എന്നുള്ള ഈ ഒരു വചനമാണ് ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പിന്റെ ആധാരശില എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. തോറയിലും മറ്റ് ജൂത മതഗ്രന്ഥങ്ങളിലും ഇസ്രായേലിന്റെ അതിർത്തിയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ഈ വചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് അത് ഇന്നത്തെ അറബ് രാജ്യങ്ങളുടെ മേലുള്ള അവകാശവാദമായി മാറുന്നത് എന്നതാണ് പ്രത്യേകത. ചരിത്രപരമായിട്ട് ഈ ജൂതർ തങ്ങളുടെ സുവർണകാലമായി കാണുന്നത് BC 1000 നിലനിന്നിരുന്ന ഈ ഒരു ദാവീദ് രാജാവിൻ്റെയും അതേപോലെ സോളമൻ രാജാവിൻ്റെയും ഒക്കെ ഭരണകാലത്തെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അക്കാലത്ത് ഇന്നത്തെ ഇസ്രയേലിനേക്കാളൊക്കെ എത്രയോ വലിയ ഭൂപ്രദേശം അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു പഴയ സാമ്രാജ്യത്വ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളൊരു സംഗതി പല തീവ്ര ദേശീയവാദികളുടെയും സ്വപ്നമാണ്. AD 70 റോമക്കാർ ജൂതരെ പലായനം ചെയ്യിച്ചതോടെ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തങ്ങളുടെ പൂർവികർ ഭരിച്ചിരുന്ന മുഴുവൻ ഭൂമിയും തങ്ങൾക്ക് വേണമെന്നൊരു വാദം ശക്തമായി. 19ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ സയനിസം എന്ന് പറയുന്നത്. തുടക്കത്തിൽ അതൊരു മതപരമായിട്ടുള്ള ഒരു സംഗതിയല്ല. എന്നാൽ 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ ജെറുസലേമും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതോടെ പല ജൂതരും അത് ദൈവിക ഇടപെടലായി എന്നൊരു തോന്നലുണ്ടായി. വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലികൾ വിളിക്കുന്നത് ജൂഡിയ ആൻഡ് സമേരിയ എന്നൊരു പേരിലാണ്. ബൈബിളിൽ പരാമർശിക്കുന്ന ഈ ഒരു വിശുദ്ധ ഭൂമിയിൽ ആ ഒരു വിശുദ്ധ ഭൂമിയിൽ നിന്ന് തങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഇത്തരം ഓരോ കുടിയേറ്റവും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുവയ്പ്പുകളാണ് എന്നാണ് ഒരു അനുമാനമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയൊക്കെ അനുസരിച്ച് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഏതാണ്ട് 10 ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു ഭൂപ്രദേശമാണ് എന്നുള്ളതാണ് വസ്തുത. ഇത് പ്രധാനമായും 2 വലിയ അതിരുകൾക്കിടയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ, ആഫ്രിക്കയുടെ ജീവനാഡിയായിട്ടുള്ള നൈൽ നദിയുടെ തീരങ്ങൾ വരെ ഈ പദ്ധതി നീളുന്നു എന്നാണ് പ്രത്യേകത. അതായത് സീനായ് ഉപദ്വീപ് ഉൾപ്പെടെ ഇന്നത്തെ ഈജിപ്തിന്റെ ഏകദേശം പകുതിയോളം ഭാഗം ഇതിൽ ഉൾപ്പെടും എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇറാഖിലൂടെ ഒഴുകുന്ന ഈ യൂഫ്രട്ടീസ് നദി വരെയാണ് ഇതിന്റെ കിഴക്കൻ അതിര് നിശ്ചയിച്ചിരിക്കുന്നത്. നാഗരികതയുടെ തൊട്ടിലായ മെസപ്പൊട്ടോമിയൻ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ 2 നദികൾക്കിടയിലുള്ള ഭൂപ്രദേശത്ത് ഇന്നും നിലനിൽക്കുന്ന പല സ്വതന്ത്ര രാജ്യങ്ങളും ഈ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഭൂപടത്തിൽ ഇല്ലാതാകുന്നു എന്നതും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
ഈ ഒരു മാപ്പ് അനുസരിച്ച് ജോർദാൻ എന്ന രാജ്യം പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭാഗമാണ് എന്നാണ് കൺസെപ്റ്റ്. ലെബനന്റെ തെക്കൻ ഭാഗങ്ങളും സിറിയയുടെ വലിയൊരു ശതമാനം പ്രദേശങ്ങളും, അതായത് പ്രധാനമായും ഈ ഗോലൻ കുന്നുകൾക്കപ്പുറമുള്ള ഒരു ഭാഗം. അപ്പോൾ അതെല്ലാം ഈ ഒരു പട്ടികയിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ പോലും ഇതിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നതാണ് ഈ ഭൂപടം കാണുമ്പോൾ ഉള്ള പ്രത്യേകത. ഈ പ്രദേശത്തിന്റെ വ്യാപ്തിയെ കേവലം ഒരു ലാൻഡ് എന്നതിലുപരി തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാം. അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിട്ടുള്ള നൈല്, യൂഫ്രട്ടീസ് നദികളുടെ നിയന്ത്രണം കൈവശം വെക്കുക എന്നാൽ അതിന്റെ അർത്ഥം ആ ഒരു പ്രദേശത്തിന്റെ ജീവൻ കൈവശം വെക്കുക എന്നത് തന്നെയാണ്. ഈ മാപ്പിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള എണ്ണ, അതേപോലെ പ്രകൃതിവാതക നിക്ഷേപങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു മേൽക്കോയ്മ നൽകുന്നു എന്ന് പറയാതെ പറയുന്നു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ലാൻഡ് ബ്രിഡ്ജായി ഈ പ്രദേശം മാറുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. മെഡിറ്ററേനിയൻ മുതൽ പേർഷ്യൻ ഗൾഫ് വരെ നീളുന്ന ഒരു മഹാസാമ്രാജ്യം എന്നതാണ് ഇതിന് തന്ത്രപരമായിട്ടുള്ള സ്ഥാനം എന്നുകൂടി ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം ഞാൻ ചേർക്കുകയാണ്. ഒഡേഡ് യൈനൻ പ്ലാൻ, അങ്ങനെ ഒരു പദ്ധതി. ഇത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതിയായിട്ടാണ് ഈ ഒരു ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. 1982 ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒഡേഡ് യൈനൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയ ഒരു പ്രബന്ധമാണ് ഇതിന്റെ ആധാരം. 1980കളിലെ ഇസ്രയേലിന്റെ തന്ത്രം എന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചത്. പിന്നീട് ഇത് ലോക ശ്രദ്ധയിൽ വന്നതോടെ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ആൾ മനസ്സിലാക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. ഇസ്രയേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ഭാഷയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഒക്കെ പേരിൽ ഡിവൈഡ് ചെയ്ത് റൂള് ചെയ്യുക എന്നതാണ് അതിനകത്ത് പറയുന്നത്. ചുറ്റുമുള്ള രാജ്യങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങളിലും തർക്കങ്ങളിലും പെട്ട് ദുർബലമായാൽ ഇസ്രയേലിന് തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമായി വ്യാപിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് അതിനകത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. യൈനൻ പ്ലാൻ വെറും ഒരു കടലാസ് രേഖയെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇന്ന് സംഭവിക്കുന്നതായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇറാഖിനെ ഷിയ, സുന്നി, ഖുർഷിദ് എന്നിങ്ങനെ 3ആയി വിഭജിക്കണമെന്ന് യൈനൻ തൻ്റെ പ്ലാനിൽ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. 2003 അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖിൽ സംഭവിച്ചതും ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് അതിശക്തമായിട്ടിരുന്ന ഈ ഒരു സിറിയ ഇന്ന് ആഭ്യന്തര യുദ്ധത്തിലൊക്കെ പെട്ട് തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം പല ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണെന്നുള്ളത്. ഇതോടെ ഇസ്രയേലിന് ഗോലാൻ കുന്നുകളിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു അധികാരം ഉറപ്പിക്കുന്ന കാര്യം വളരെ എളുപ്പമായി മാറുകയും ചെയ്തു. ഈജിപ്തിനെ സാമ്പത്തികമായിട്ടും അതേപോലെ രാഷ്ട്രീയപരമായിട്ടും ദുർബലപ്പെടുത്തുന്നതിലൂടെ സീനായ് പെനിൻസുലയിൽ ഇസ്രയേലിന്റെ മേൽക്കോയ്മ നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നൊരു വസ്തുത കൂടെ ഈ ഒരു പ്ലാനിൽ എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയാണ് എന്ന് കാണാൻ സാധിക്കും. ഗ്രേറ്റർ ഇസ്രായേൽ എന്നത് വെറും ഒരു പഴയ സ്വപ്നം മാത്രമല്ല, മറിച്ച് നമ്മൾ കാണുന്ന യുദ്ധകളങ്ങളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എബ്രഹാം ഉടമ്പടികൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ, UAE, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ സൗഹൃദ കരാറുകളാണ് എബ്രഹാം അക്കോർഡ്സ്. ഈ അറബ് ലോകത്തെ മൊത്തത്തിൽ ഭിന്നിപ്പിക്കുക, ചില രാജ്യങ്ങളുടെ തങ്ങളുടെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നതിലൂടെയൊക്കെ പലസ്തീൻ വിഷയത്തിലുള്ള ഈ അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യം തകർക്കപ്പെടുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഫലമായിട്ട് അയൽ രാജ്യങ്ങളുടെ നയതന്ത്രപരമായിട്ടുള്ള പ്രതിരോധം ഇല്ലാതാക്കി തങ്ങളുടെ സ്വാധീനം ആ മേഖലയിൽ ഉറപ്പിക്കാൻ ഇതിലൂടെ ഇസ്രയേലിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് യൈനൈൻ പ്ലാനിലെ വിഭജിച്ച് ഭരിക്കുക എന്ന ഒരു തന്ത്രത്തിന്റെ ആധുനിക രൂപമായിട്ടാണ് കണക്കിലാക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാസയിലെയും അതേപോലെ ലെബനനിലെയും ആക്രമണങ്ങൾ കേവലം തീവ്രവാദ വിരുദ്ധ പോരാട്ടമല്ലെന്ന് പല നിരീക്ഷകരും വിശ്വസിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഗാസയിൽ നിന്ന് ജനങ്ങളെ തുരത്തുന്നതും അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർക്കുന്നതും ഭാവിയിൽ ഈ ഒരു പ്രദേശം ഇസ്രയേലിന്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ അവിടെ പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള നീക്കമാണെന്നാണ് പൊതുവെ ആരോപിക്കപ്പെടുന്നത്. ലിറ്റാനി നദി വരെയുള്ള തെക്കൻ ലെബനന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാഴ്ച കൂടി ഇതിനകത്തുണ്ട്. ഇത്
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രേറ്റ് ഇസ്രായേൽ മാപ്പിൽ കാണിച്ചിരിക്കുന്ന വടക്കൻ അതിർത്തിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുരക്ഷാ മേഖല എന്ന പേരിൽ പിടിച്ചെടുക്കുന്ന ഈ പ്രദേശങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ചു നൽകാറില്ല എന്നതാണ് ചരിത്രം പറയുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ ഭരണാധികാരികൾ പ്രദർശിപ്പിക്കുന്ന മാപ്പുകളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന പേരിൽ ഒരു മാപ്പ് കാണിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ്. അതിൽ പലസ്തീൻ, അതായത് വെസ്റ്റ് ബാങ്ക്, ഗാസ തുടങ്ങിയ പലസ്തീൻ എന്നൊരു രാജ്യം ഭൂപടത്തിൽ തന്നെ അതിനകത്തില്ല. അത് മുഴുവനായി ഇസ്രായേലിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് എന്ന് കണ്ടു. സൈനികരുടെ ഔദ്യോഗിക ബാഡ്ജുകളിലൊക്കെ അയൽ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ മാപ്പുകളൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ ഉള്ളിലും ശക്തമായിട്ട് ഈ ഒരു സംഭവം ഇൻജക്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഈ ഒരു ഗ്രേറ്റ് ഇസ്രായേൽ പ്ലാൻ തങ്ങളുടേതാണെന്ന് ഒരു ഇൻസ്റ്റൻറ്റിൽ പോലും അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ വിവാദങ്ങൾ കത്താൻ മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഇസ്രായേൽ മന്ത്രിസഭയിലെ മന്ത്രിമാർ പലപ്പോഴും പരസ്യമായി തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പുകൾ പ്രദർശിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. പാരീസിൽ നടന്ന ഒരു ചടങ്ങിൽ ജോർദാൻ കൂടി ഉൾപ്പെട്ട ഒരു പ്രദേശം സ്മോട്രിച്ച് ഉപയോഗിച്ചത് വലിയ അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായിരിക്കും. എല്ലാ സയനിസ്റ്റുകളും ഈ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയിൽ വിശ്വസിക്കുന്നവരൊന്നുമല്ല. എന്നാൽ റിവിഷനിസ്റ്റ് സയനിസം എന്നൊരു വിഭാഗം ജോർദാൻ നദിയുടെ ഇരുവശവും തങ്ങളുടേതാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇത് പലപ്പോഴും ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കൊക്കെ വഴിവെക്കാറുണ്ട്. പലരും ഇതിനെ ഗൂഢാലോചനയായിട്ട് തള്ളിക്കളയുമ്പോഴും ഈ ഗ്രൗണ്ട് ഫാക്റ്റുകളൊക്കെ ചില സൂചനകൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. 1967 യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നിർമ്മിച്ച 100 കണക്കിന് സെറ്റിൽമെൻറ്റുകൾ ഒരു യാഥാർത്ഥ്യബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇവ അനധികൃതമാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഏകദേശം 7 ലക്ഷത്തോളം ജൂത കുടിയേറ്റക്കാർ ഇന്നിവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഭൂപടം മാറ്റി വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. സുരക്ഷയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട മതിലുകൾ പലപ്പോഴും 1967 അതിർത്തികൾ ലംഘിച്ചാണ് കടന്നു പോകാറുള്ളത് എന്ന് കാണാം. ഇത് പരോക്ഷമായി പലസ്തീൻ ഭൂമി ഇസ്രായേലിനോട് ചേർക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. അതുപോലെ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്നാണ് അമേരിക്ക അംഗീകരിച്ചത്. ഈ വിപുലീകരണത്തിന് ആഗോളതലത്തിൽ വലിയൊരു പിന്തുണ ലഭിച്ചു എന്നതുകൂടി ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി പറയുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ഗ്രേറ്റർ ഇസ്രായേൽ നടപ്പിലാക്കുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ കൂടിയുണ്ട്. ഇസ്രായേൽ ഇത്രയും വലിയ പ്രദേശം പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ദശലക്ഷക്കണക്കിന് അറബ് ജനതയെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം. അവർക്ക് വോട്ടവകാശം നൽകിയാൽ ഇസ്രായേൽ ഒരു ജൂത രാഷ്ട്രമല്ലാതായി മാറും. വോട്ടവകാശം നൽകിയില്ലെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ വലിയൊരു വംശീയ വിവേചനമായി മാറുകയും ചെയ്യും. അമേരിക്കയും യൂറോപ്പും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ജോർദാൻ, ഈജിപ്റ്റ് പോലെയുള്ള മറ്റു പരമാധികാര രാജ്യങ്ങളെ വിഴുങ്ങാൻ ഇസ്രായേലിനെ അനുവദിക്കുന്നത് ആഗോള തരത്തിലുള്ള ഒരു ക്രമത്തെ തന്നെ തകർക്കും എന്നൊരു വിശേഷം കൂടിയാണ്. പഴയ കാലത്തെ അല്ല, ഇന്നത്തെ അറബ് ലോകം സാമ്പത്തികമായും സൈനികമായും ഇതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നത് ഇതിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് എടുത്തു കാണിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് വെറും ഒരു പഴയ മതഗ്രന്ഥത്തിലെ വരികളോ ഒരു സൈനികൻ്റെ യൂണിഫോമിൽ നമ്മൾ കണ്ട തുന്നിച്ചേർത്ത ഒരു ബാഡ്ജോ മാത്രമല്ല എന്നാണ് ലളിതമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടം ഓരോ തവണ മാറിയപ്പോഴും ഇസ്രായേലിൻ്റെ അതിർത്തികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമായി തുടരുകയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു വികാസം ഒരു സാമ്രാജ്യത്തിൻ്റെ ഉദയമാണോ അതോ മറ്റൊരു വലിയ പ്രാദേശിക യുദ്ധത്തിൻ്റെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഒരു വശത്ത് വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ മണ്ണ് പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ മറുവശത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വപ്നങ്ങളും ആ അതിർത്തി രേഖയ്ക്കിടയിൽ ഇല്ലാതാകുന്നു എന്നതാണ് വസ്തുത. അതിർത്തികൾ മാറ്റി വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവയ്ക്കുള്ളിൽ ഒഴുകുന്ന ചോരയുടെ കറ മായ്ച്ചു കളയാൻ ചരിത്രത്തിന് പോലും സാധിക്കില്ല എന്നത് വിഷയപരമായിട്ടുള്ള കാര്യം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകം കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യ പദ്ധതിയായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി മറ്റൊരു ദിവസം കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.
Audio Jungle.